കോഴിക്കോട് നടക്കാവ് പോലീസിനെതിരെയും മർദ്ദന പരാതി പുറത്തുവരികയാണ്. സഹപ്രവർത്തകർ നൽകിയ പീഡന പരാതിയിൽ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെയാണ് കോട്ടൂളിയിലെ ജിം ട്രെയിനർ ഗോഡ്സൺ ജോമോനെ പോലീസ് മർദ്ദിച്ചത്. മർദ്ദന വിവരം പുറത്തു പറയരുതെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരൻ പറഞ്ഞു. അതെ, ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കെ വി രാഹുൽ വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഇത് എപ്പോൾ സംഭവിച്ചതാണ്? ഈ അതിക്രമം എന്തിന്റെ പേരിലാണ് മർദ്ദിച്ചത്? എന്തായിരുന്നു ഈ പരാതിയും ഒക്കെ? അക്ഷയ, കുന്നംകുളത്ത് അടക്കം പോലീസ് സ്റ്റേഷനകത്തു നിന്നുള്ള മർദ്ദനം അതിൻ്റെ CCTV ദൃശ്യങ്ങളായിരുന്നെങ്കിൽ ഇതിപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് തന്നെ മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ്. കോഴിക്കോട് നടക്കാവ് പോലീസിനെതിരെയാണ് പരാതി. കോട്ടുളിയിലെ ഒരു ജിമ്മിൽ ഉടമയും ട്രെയിനറും കൂടിയാണ് ഗോഡ്സൺ ജോമോൻ. അദ്ദേഹമാണ് ഈ പോലീസിനെതിരെ ആരോപണമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. മെയ് 31, ഈ വർഷം തന്നെ മെയ് 31-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ജിമ്മിലെ തന്നെ ട്രെയിനറായ ഒരു സഹപ്രവർത്തക ഗോഡ്സണെതിരെ പീഡന പരാതി നൽകുകയാണ്. നടക്കാവ് പോലീസ് ഇതിൽ കേസെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് മെയ് 31-നാണ് ഗോഡ്സണെ കസ്റ്റഡിയിലെടുക്കുന്നത്. പോലീസ് ജിമ്മിൽ വെച്ച് തന്നെയാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആ സമയത്താണ് ഈ വിധത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായത്. പിന്നീട് ഈ മർദ്ദനം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മജിസ്ട്രേറ്റിന് മുൻപിലടക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കേസുകളിൽ പെടുത്തി തന്നെ കൊടുക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി എന്നുകൂടിയാണ് ഗോഡ്സന്റെ പരാതി. നടക്കാവ് സ്റ്റേഷനിലെ 6 ഉദ്യോഗസ്ഥരാണ് കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി വന്നത്. സ്ത്രീപീഡനം, അതുപോലെ തന്നെ SC/ST അട്രോസിറ്റി, അതായത് പട്ടികജാതി പരാതിയാണ്. ആ ആളെയാണ് മർദ്ദിച്ചത്. ഏത് ഘട്ടത്തിലാണ് പോലീസ് ഈ മർദ്ദനത്തിലേക്കൊക്കെ കടന്നത്? തീർച്ചയായും ഗുരുതരമായ പരാതി തന്നെയാണ്, സ്ത്രീപീഡന പരാതിയാണ്. അതായത് പക്ഷേ ആ കേസ് വ്യാജമാണ്, തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരാതിയാണ് സഹപ്രവർത്തക തന്നെ നൽകിയതെന്ന് ഗോഡ്സൺ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഏപ്രിൽ 15-ന്, അതായത് വിഷു ദിവസം പരാതിയാണ് ഗോഡ്സൺ ജോമോൻ. ഈ മർദ്ദനമേറ്റ ആൾ, നമ്മൾ ഈ CCTV ദൃശ്യത്തിൽ കാണുന്ന ആൾ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഗോഡ്സൺ, എന്തായിരുന്നു താങ്കൾക്കെതിരായിട്ടുള്ള പരാതി? ഏതു ഘട്ടത്തിലാണ് പോലീസ് താങ്കളെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയുണ്ടായത്? ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായി നീങ്ങാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അതെ, അതായത് ഒരു കൃത്യമായ ഒരു തെളിവില്ലാതെയാണ് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അറസ്റ്റ് ചെയ്ത് മാത്രമല്ല, അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ മർദ്ദിച്ചിട്ടുള്ളത്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാല് ഏപ്രിൽ 15-ാം തീയതി ഞാൻ എൻ്റെ ജിമ്മിലുള്ള സ്റ്റാഫിനെ വിളിച്ചു വരുത്തി കയറി പിടിച്ചു എന്നാണ് പരാതിക്കാരുടെ പരാതി ഉള്ളത്. പക്ഷെ ഏപ്രിൽ 15-ന് ജിമ്മ് അവധിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്ഥലത്തില്ല, ഞാൻ പുറത്താണുള്ളത്. പക്ഷെ അതൊന്നും അവർ നോക്കാതെ, ലൊക്കേഷനോ അല്ലെങ്കിൽ ഒന്നും നോക്കാതെയാണ് അവരെന്തായിട്ടുള്ളത് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതും അതുപോലെ തന്നെ എന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലിപ്പോ പറയാനും തന്നെ നമ്മള് SI ലീല, അതുപോലെ തന്നെ ഷിഹാബുദ്ദീൻ, ജാക്സൺ, 2 SI-മാരാണ്. പിന്നെ ഒരു PRO ഉണ്ട്, നവീൻ എന്ന് പറഞ്ഞവരൊക്കെയാണ് എന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. ജിമ്മെന്നും മർദ്ദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റേഷനിൽ നിന്നും മർദ്ദിച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടുവന്നത് ജീപ്പെന്നും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ വന്നിട്ട് മോശമായി പെരുമാറുകയും എൻ്റെ 8 മാസം ഗർഭിണിയായ പെങ്ങളെടുത്ത് വരെ മോശമായി പെരുമാറുകയും ചവിട്ടി കൂട്ടും എന്ന വരെ അതോളം മോശമായ രീതിയിലാണ് അവർ പെരുമാറിയിട്ടുള്ളത്. താങ്കൾക്കെതിരായ പരാതിയിൽ ഇപ്പോൾ നടപടി എവിടം വരെ ആയിട്ടുണ്ട്? ഇപ്പോൾ 3 ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേസിൻ്റെത്. ശരി, ഗോഡ്സൺ ജോമോന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഒരിക്കൽ കൂടി രാഹുലിലേക്ക് കൂടി പോകാം. രാഹുൽ, ഇവിടെ ഉയർന്നു വന്ന പരാതി എന്ന് പറയുന്നത് വലിയ പരാതിയാണ്, പീഡന പരാതിയാണ്. അത് തെറ്റായ പരാതിയാണ് എന്നുള്ളതാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നയാൾ, അതായത് ആരാണ് ആരോപണ വിധേയന അയാൾ പറയുന്നത്. പക്ഷേ ഇതിന്റെ കേസിന്റെ ഒരു പശ്ചാത്തലം എന്താണ് യഥാർത്ഥത്തിൽ? അക്ഷയ, ഗുരുതരമായ പരാതിയാണ് ഗോഡ്സണെതിരെ ഉയർന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സ്ത്രീപീഡന പരാതിയാണ്. ഒപ്പം SC/ST അട്രോസിറ്റി ആക്ട് അതടക്കമാണ് നടക്കാവ് പോലീസ് ചുമത്തിയാണ് നടക്കാവ് പോലീസ് ഗോഡ്സണെതിരെ കേസെടുത്തിരുന്നത്. ഏപ്രിൽ 15-നാണ് ഈ സംഭവം നടക്കുന്നതിൽ കൃത്യമായൊരു അന്വേഷണം പോലും നടന്നില്ല എന്നുള്ളതാണ് ഗോഡ്സന്റെ പരാതി. പിന്നീട് മെയ് 31-നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മർദ്ദനമടക്കം ഉണ്ടാകുന്നതും. അതിനുശേഷമാണ് ഈ മർദ്ദനം പുറത്തു പറഞ്ഞാൽ, അതായത് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുന്നതിന് മുൻപ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്ന നടപടിക്രമം, മജിസ്ട്രേറ്റിനോട് മർദ്ദന വിവരം അറിയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കേസുകളിൽ കൊടുക്കും എന്നടക്കം
അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഗോഡ്സൺ പറയുന്നത്. നാളിത്രയുമായിട്ടും മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ മറ്റു പരാതികളുമായി ഒന്നും ഗോഡ്സൺ വന്നിരുന്നില്ല. ഏതായാലും ഇപ്പോൾ പോലീസ് തന്നെ പ്രതിക്കൂട്ടിലായ നിരവധി ആരോപണങ്ങൾ, കേസുകളാണ് മുന്നോട്ട് പോലീസിനെതിരെ പലതരത്തിലുള്ള പരാതി പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഗോഡ്സനും താൻ ഇത്തരത്തിൽ ഒരു പോലീസിന്റെ മർദ്ദനത്തിന് കയ്യാങ്കളിക്ക് ഇരയായി എന്നുള്ള വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുകയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുകയും ചെയ്യുന്നത്.